കേരളത്തിൽ ശക്തമായ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകുമോ? കണക്കുകളും കാര്യങ്ങളും ഒക്കെ പോകുന്നത് ആ വഴിക്കാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവുമെന്ന് ശാസ്ത്രീയമായി പറയാനാകില്ല. പക്ഷേ ചില സൂചനകൾ മുമ്പോട്ട് കാണിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ജൂൺ മാസത്തിൽ 56% മഴ ഒഴിഞ്ഞു. ജൂലൈയിൽ 10-25% മഴ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തെയും IMDയെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ അന്തരീക്ഷത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 10,000 കിലോമീറ്റർ നീളത്തിലാണ് അസാധാരണമായ മേഘപാളി, മഴമേഘങ്ങളുടെ പാളി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അന്തരീക്ഷത്തിന് മുകൾ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. പസഫിക്കിലെ ഗോഡ്സില എന്ന ചൂടുള്ള ആ പ്രതിഭാസത്തെ കീഴടക്കി മൺസൂൺ മഴ കേരളത്തിൽ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ എല്ലാ പ്രവചനങ്ങളെയും വെട്ടിലാക്കിക്കൊണ്ട് രാജ്യത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അതിശക്തമാവുകയാണ്. പസഫിക് സമുദ്രത്തിൽ അതിതീവ്രമായി രൂപപ്പെട്ട ഗോഡ്സില്ല എൽനിനോ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ രൂക്ഷമായ വരൾച്ചയും മഴക്കുറവും ഉണ്ടാകുമെന്നായിരുന്നു ഒരു വിലയിരുത്തൽ. എന്നാൽ മുന്നറിയിപ്പുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ 95% പ്രദേശങ്ങളും ഇപ്പോൾ കനത്ത മേഘാവൃതമായിരിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുന്ന പുതിയൊരു കാലാവസ്ഥാ മാറ്റം. ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഹിമാലയൻ നിരകളും ചൈനയും കടന്ന് തെക്ക് പടിഞ്ഞാറൻ കൊറിയ വരെ വ്യാപിച്ചു കിടക്കുന്ന 7,000 മുതൽ 10,000 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് മഴമേഘങ്ങളുടെ പാളിയാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണുന്നത്. ഏഷ്യൻ വൻകരയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായി കാണപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസം ഇത്തവണത്തെ മൺസൂൺ കാലയളവിലെ ഏറ്റവും ശക്തമായ മഴയെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കുഴയ്ക്കുമോ കേരളത്തെ എന്നുള്ളത് ഗൗരവമായി കേരളം കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. ഗോഡ്സില എൽനിനോ എന്ന് പറഞ്ഞാൽ പസഫിക് ഓഷനിലെ മധ്യകിഴക്കൻ മേഖലകളിൽ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുള്ള താപനില ഗണ്യമായി ഉയരുന്ന പ്രതിഭാസത്തെയാണ് എൽനിനോ എന്ന് പറയുന്നത്. സമുദ്രത്തിലെയും അന്തരീക്ഷത്തിലെയും കാറ്റിൻ്റെ ഗതിയെ മാറ്റിമറിക്കുന്ന വാക്കർ സർക്കുലേഷൻ എന്ന വ്യൂഹത്തെ എൽനിനോ തകരാറിലാക്കുന്നു. അങ്ങനെ ഇത് തെക്കേ ഏഷ്യയിലേക്ക് മഴയെത്തിക്കുന്ന വായുപ്രവാഹത്തെ തടയുകയും വരണ്ട കാലാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും എന്നാണ് കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ കണക്ക് കൂട്ടിയിരുന്നത്. 97 കാലഘട്ടത്തിലും 2015-16 വർഷങ്ങളിലും ലോകത്തെ ഭയപ്പെടുത്തിയ അസാധാരണ ശക്തിയുള്ള എൽനിനോ പ്രതിഭാസങ്ങളെയാണ് ഗോഡ്സില്ല എൽനിന എന്ന പേരിൽ വിളിച്ചിരുന്നത്. എന്നാൽ ഈ വർഷവും സമാനമായ രീതിയിൽ അത്യുഗ്രശേഷിയുള്ള എൽനിനോ രൂപപ്പെടുന്നുണ്ടെന്നും 2027 തുടക്കത്തിൽ വരെ നീണ്ടു നിൽക്കുമെന്നും ശാസ്ത്രലോകം പ്രവചിച്ചിരുന്നു. ശക്തമായ മഴ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൽനിനോ എന്നത് മാസങ്ങളെടുത്ത് സീസണിലെ ശരാശരി മഴയെ സ്വാധീനിക്കുന്ന വലിയൊരു പ്രതിഭാസമാണ്. പ്രാദേശികമായ ഒരു പ്രദേശത്ത് തത്സമയം രൂപപ്പെടുന്ന പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പൂർണ്ണമായി തടയാൻ എൽനിനോയ്ക്ക് കഴിയില്ല. അതൊരു വലിയ ആഗോള പ്രതിഭാസമാണ്. ലോക്കൽ ക്ലൈമാറ്റിനെ പലപ്പോഴും അതിന് സ്വാധീനിക്കാൻ കഴിയുന്നില്ല. പസഫിക്കിലെ എൽനിനോ മഴയെ തടയാൻ ശ്രമിക്കുമ്പോഴും IMDയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രാദേശിക അന്തരീക്ഷം തികച്ചും അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ഹരിയാന, വടക്ക് കിഴക്കൻ മധ്യപ്രദേശ്, തെക്ക് പടിഞ്ഞാറൻ രാജ്യം എന്നിവയ്ക്ക് മുകളിലായി ശക്തമായ ചക്രവാത ചുഴികൾ അല്ലെങ്കിൽ നീരാവിയുടെ കാറ്റിൻ്റെ ഒരു പടലം നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയും അവയിൽ നിന്ന് അറബിക്കടൽ വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തിയും ഒരേ സമയം 2 സമുദ്രങ്ങളിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റിനെ രാജ്യത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സമുദ്രപരത്തിലെ താപനില പ്രാദേശികമായി ഉയർന്നതാണ് ഈ ചക്രവാത ചുഴികൾക്ക് കാരണമായത്. അപ്പോൾ രസകരമാണ് കാലാവസ്ഥയും ഭൂമിയും അന്തരീക്ഷവും. എൽനിനോയ്ക്ക് അന്തരീക്ഷത്തിലെ ആഗോള കാലാവസ്ഥ മാതൃകകളെ മാറ്റാൻ കഴിയുമെങ്കിലും പ്രാദേശിക രൂപപ്പെടുന്ന ഇത്തരം ശക്തമായ വായുപ്രവാഹങ്ങളെ തടയാൻ കഴിയില്ലെന്നാണ് ഇതോടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൺസൂൺ പാത്തിയുടെ തിരിച്ചുവരവും IOD നിലപാടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് മാറി നിന്നിരുന്ന മൺസൂൺ പാത്തി വീണ്ടും സമതല പ്രദേശങ്ങളിലേക്ക് തിരിച്ചെത്തിയതാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് പ്രധാന കാരണം. ഇനി വരാനിരിക്കുന്ന മഴയ്ക്ക് ബംഗാൾ ഉൾക്കടലിൻ്റെ ഈർപ്പ വിതരണ സംവിധാനം രാജ്യത്തുടനീളം കനത്ത മഴ പെയ്യാൻ ഉള്ള സാഹചര്യമുണ്ടാക്കുന്നു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് 12 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്ത സാഹചര്യമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര താപനില വ്യതിയാനത്തെ സൂചിപ്പിക്കുന്ന ഇന്ത്യൻ ഓഷൻ ഡൈപോൾ, ഇന്ത്യൻ ദ്വിധ്രുവ
സംവിധാനം നിലവിൽ തടസ്സങ്ങളോ സഹായങ്ങളോ ഇല്ലാതെ ന്യൂട്രലായി, പോസിറ്റീവോ നെഗറ്റീവോ ആകാതെ ന്യൂട്രലായി തുടരുകയാണ്. 97-ൽ ഗോഡ്സില്ല എൽനിനോ കൊടുമ്പിരി കൊണ്ടപ്പോഴും ഇന്ത്യയെ കനത്ത വരൾച്ചയിൽ നിന്ന് രക്ഷിച്ചത് പോസിറ്റീവായിട്ടുള്ള IOD ആയിരുന്നു, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്ന വ്യവസ്ഥയായിരുന്നു. എന്നാൽ ഇത്തവണ IOD സജീവമല്ലെങ്കിലും പ്രാദേശിക അന്തരീക്ഷ വ്യതിയാനങ്ങൾ ഒറ്റയ്ക്ക് മൺസൂണിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 10,000 കിലോമീറ്റർ നീളമുള്ള മൺസൂൺ പാത്തി ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ലഭ്യമാകുന്ന പുതിയ ഉപഗ്രഹ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം ഏഷ്യൻ വൻകരയിൽ നിന്നും വലിയ ഒരു മേഘപാളി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് മഴയായി വന്നാൽ അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വരുന്ന ഈർപ്പമുള്ള കാറ്റ് ഏഷ്യയിലെ മറ്റ് കാലാവസ്ഥ വ്യൂഹങ്ങളുമായി ചേർന്ന് മഴയായി മാറാനുള്ള സാധ്യതയുണ്ട്. കൂറ്റൻ മേഘങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വടക്ക് മധ്യ കിഴക്കൻ മേഖലയിൽ തുടങ്ങി ഹിമാലയൻ നിരകൾ, ചൈന, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഈ മേഘനിര നീളുകയാണ്. തീർച്ചയായിട്ടും സാധാരണ ലഭിക്കേണ്ട മഴയുടെ 170 മുതൽ 180% അധിക മഴയാണ് രേഖപ്പെടുത്തി കാണുന്നത്. ഈ സീസണിലെ ഏറ്റവും ഉയർന്ന മഴയാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നത് കേവലം ഇന്ത്യയുടെ മാത്രം പ്രാദേശിക പ്രതിഭാസമല്ലെന്നും അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ആകെ അന്തരീക്ഷ ചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ വലിയ മേഘപാളി പറയുന്നു. മൺസൂൺ എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമുള്ള ഒരു പ്രതിഭാസമായി നമുക്ക് ചുരുക്കാനാകില്ല. ഇനി വരാനിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഴക്കാലം രാജ്യത്ത് രൂപത്തിൽ നില മഴക്കമ്മി ഗണ്യമായി കുറയ്ക്കും. ഇപ്പോൾ ഉള്ള വരൾച്ചയെ പ്രതിരോധിക്കാൻ മഴ വരും. പക്ഷേ റിസർവോയറിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് കൂടുകയും ചെയ്യും. എന്നാൽ നിലവിലെ ഖാരിഫ് കൃഷി കാലവർഷത്തെ മഴയെ ആശ്രയിച്ചിരുന്ന കൃഷിക്ക് വലിയ ആശ്വാസവുമാണ്. അതേസമയം പെട്ടെന്നുണ്ടാകുന്ന ഈ കനത്ത മഴ ആശങ്കകൾക്ക് ഇടവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ വരും ദിവസങ്ങൾ ശക്തമായ മഴ തുടരുമെന്ന പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങൾ പ്രകൃതിക്ഷോഭ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ആൾറെഡി. അത് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും പ്രകൃതിക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ പറയുന്നു. കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ അതിതീവ്രമായ മഴ കാരണം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയേറെയാണ്. ജലനിരപ്പ് നദികളിൽ ഉയർന്നാൽ, മുല്ലപ്പെരിയാർ അടക്കമുള്ള സംവിധാനം നമുക്കുണ്ട്, ഉയർന്നാൽ നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനും പ്രളയമുണ്ടാകാനും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര ദുരന്ത നിവാരണ സേനയും IMDയും മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പ് എത്ര പേർ കേട്ടു, കേരളത്തിലെ എത്ര പേർ എടുത്തു, എന്ത് തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും അറബിക്കടലിൻ്റെയും പ്രതിപ്രവർത്തനങ്ങളുടെ കൂടെ ഫലമായി പസഫിക് ഓഷനിലെ എൽനിനോ പ്രതിഭാസത്തെ പിടിച്ചുകെട്ടാൻ മൺസൂൺ പാത്തികൾക്ക് കഴിഞ്ഞാൽ, 10,000-ഓളം കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന മൺസൂൺ പാത്തികൾക്ക് കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയ മഴയായിരിക്കും വരാനിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷേ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രത. ഇത് പേടി വേണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി, മുൻകരുതൽ മതി. ഇത് വരുന്ന ഡേറ്റകളുടെയും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അനലൈസ് ചെയ്ത് പറയുന്നതാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. അടുത്ത വർഷം ആരംഭം വരെ, 2027-ൻ്റെ തുടക്കം വരെ എൽനിനോ പ്രതിഭാസം നിലനിൽക്കുമെന്ന് ശാസ്ത്ര സമൂഹം പറഞ്ഞെടുത്തുനിന്ന് മാറിയാണ് അന്തരീക്ഷത്തിൻ്റെ ഈ മാറിക്കളി. പ്രകൃതിയെയും അന്തരീക്ഷത്തെയും പഠിക്കുന്നതിൽ മനുഷ്യൻ്റെ പരിമിതി കൂടി വരുന്നു. ശാസ്ത്രം വളരുന്നതനുസരിച്ച് പരിമിതി കുറഞ്ഞു വരേണ്ടതാണ്. നിർഭാഗ്യവശാൽ പ്രകൃതിയോടുള്ള പഠനത്തിൽ കൂടി വരുന്നു. പരിമിതികളെക്കാൾ കൂടുതൽ പ്രകൃതിയെല്ലാം നിശ്ചയിക്കും, ഞാൻ തീരുമാനിക്കുമെന്ന് പ്രകൃതി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ എന്നത് അടുത്ത പഠന വിഷയമാക്കേണ്ട പ്രധാന ഗവേഷണ പഠന മേഖലയാണ്.